നമസ്കാരം. കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കൊടൂരാൻ കൊടുങ്കാറ്റുപോലെ ഇന്ത്യയുടെ സമതലങ്ങളിലും ഗിരിശൃംഗങ്ങളിലും ലോകത്താകമാനവും തരംഗമായി എമ്പുരാൻ മുന്നേറുകയാണ്. 150-നും 200 കോടിക്കുമിടയിൽ ചെലവിട്ട് ബ്രഹ്മാണ്ഡമായി മലയാളത്തിൽ ആദ്യമായി നിർമ്മിച്ച ബൃഹത്തായ ഒരു സിനിമ അനാവശ്യ വിവാദങ്ങളും ചർച്ചകളും ഒക്കെ അതിൻ്റെ പിന്നാലെ വന്ന് അതിനെ പിന്നോട്ടടിക്കാൻ നമ്മൾ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുമുണ്ട്. നമ്മൾ മലയാളികൾക്ക് എന്തിനേയും എറിഞ്ഞുടയ്ക്കുന്ന, വിഗ്രഹങ്ങളെ എറിഞ്ഞുടയ്ക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും ബൃഹത്തായി, ഇത്രയും ശ്രമകരമായി, ഇത്രയും പണം മുടക്കി അതിമനോഹരമായി അതിൻ്റെ ക്രിയേറ്റിവിറ്റിയിലും സാങ്കേതിക മികവിലും ലോകത്തെ ഏത് സിനിമയോടും ഹോളിവുഡിലെ ഏത് ചലച്ചിത്രത്തോടും കിടപിടിക്കാവുന്ന തരത്തിൽ നിർമ്മിച്ച ഈ സിനിമയെ അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കേണ്ട യാതൊരു കാര്യവുമില്ല. സിനിമ എന്നുള്ള രൂപത്തിൽ ഇത് വളരെ ആസ്വാദ്യകരമാണ്. സാധാരണ മോഹൻലാലിൻ്റെ സിനിമകൾ അദ്ദേഹത്തിൻ്റെ തട്ടകമായ തിരുവനന്തപുരത്ത് ആരാധകരോടൊപ്പം ഇരുന്ന് കാണുന്നത് ഒരു പ്രത്യേക അനുഭവമാണ്. ഈ ചരിത്രപരമായ സിനിമയും അങ്ങനെ തന്നെ കാണുവാൻ തീരുമാനിച്ചു. പുലർച്ചെ 6 മണിക്കായിരുന്നു എമ്പുരാൻ്റെ സിനിമ തുടങ്ങിയത്. അതിനു മുമ്പുള്ള ആഘോഷങ്ങളും വെടിക്കെട്ടുകളും ഒക്കെ കഴിഞ്ഞ് തിയേറ്ററിലെത്തി ആ പരിപൂർണ നിശബ്ദതയിൽ മറ്റു പരസ്യങ്ങൾക്കൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ സിനിമ തുടങ്ങുകയായിരുന്നു. ആരാധകർ വീർപ്പടക്കി നിന്ന നിമിഷങ്ങൾ. സിനിമയിലെ ഓരോ ഫ്രെയിമും ഓരോ സന്ദർഭങ്ങളും ഓരോ കഥാപാത്രങ്ങളും എല്ലാം അത്ഭുത പരതന്ത്രരായാണ് തിയേറ്ററിൽ ശ്വാസമടക്കി പിടിച്ച് ആരാധകർ കണ്ടിരുന്നത്. മോഹൻലാലിനെ അവതരിപ്പിക്കുന്ന രംഗം, ഇതുപോലെ ഒരു അവതരണം മോഹൻലാൽ എന്ന നടൻ്റെ കരിയറിലുണ്ടായിട്ടില്ല. അത്ര വിപുലമായ രീതിയിൽ ഹെലികോപ്റ്ററുകളിൽ പങ്കെടുക്കുന്ന അവിശ്വസനീയമായ രംഗത്തിലൂടെയാണ് അബ്രാം ഖുറേഷിയെ അവതരിപ്പിക്കുന്നത് തന്നെ. സിനിമയുടെ ഒരു പശ്ചാത്തലം, കഥാപാത്രങ്ങളുടെ പശ്ചാത്തലവും മറ്റ് പൂർവ്വ കഥകളുമൊക്കെ ഒരുക്കുന്നതായിരുന്നു ആദ്യ പകുതി. പക്ഷേ ആദ്യ പകുതിയിൽ ആരാധകരുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത് ലൂസിഫറാണ്. ലൂസിഫറും സ്റ്റീവൻ നെടുമ്പള്ളിയുടെ ചില പെർഫോമൻസുകളും അവരുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ ഇങ്ങനെ ഏങ്ങി കിടന്നതുകൊണ്ട് അത് വേണം, അത് കണ്ട് അതുപോലെയുള്ള ചില രംഗങ്ങൾ വേണം. പക്ഷേ സംവിധായകൻ്റെ മനസ്സിൽ ഇതെല്ലാം ഉണ്ട്. സംവിധായകൻ അത് വേണ്ട സമയത്ത് ഇത് കൊടുക്കാൻ തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ആരാധകർക്ക് പെട്ടെന്ന് തന്നെ ഇത് വേണം എന്നുള്ള ഒരു ചിന്ത ഇൻ്റർവെല്ലായപ്പോൾ നമുക്കത് മനസ്സിലായി. അല്ല, ഇതിനകത്ത് പിന്നെ ലൂസിഫർ പോലെ ചിലതൊക്കെ വേണ്ടേ എന്നുള്ള ഒരു ചിന്ത ഈ ആരാധകരുടെ മനസ്സിലുണ്ടായി. പക്ഷേ നമുക്ക് ഉറപ്പാണ് ഇൻ്റർവെല്ലിന് ശേഷം ഇതിന് ലൂസിഫറിനേക്കാൾ ഇരട്ടിയോടുകൂടിയുള്ള ഡോസ് ആരാധകർക്ക് നൽകാൻ സംവിധായകൻ തയ്യാറെടുത്ത് കഴിഞ്ഞു എന്ന് ഇൻ്റർവെല്ലാകുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ മനസ്സിലാകും. അങ്ങനെയായിരുന്നു ആ കഥാഗതിയുടെ പോക്ക്. ഇതൊക്കെ കണ്ടിട്ടും നമ്മുടെ ആരാധകർക്ക് മോഹൻലാൽ കാലുയർത്തി ശത്രുവിൻ്റെ നെഞ്ചത്ത് ചവിട്ടുന്നതും മുണ്ടുരിഞ്ഞടിക്കുന്നതും അതുപോലെയുള്ള മോഹൻലാലിൻ്റെ ചില പെർഫോമൻസുകൾ അവർക്ക് വേണം. അത് പിന്നെ ലൂസിഫറിലെ ഓർമ്മയാണ് അവർക്ക് നിൽക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി അവരിങ്ങനെ ഒരു ദാഹിച്ചാണ് അവരിരിക്കുന്നത്. അത്തരം രംഗങ്ങൾ അവർക്ക് വേണം. പക്ഷേ യഥാർത്ഥത്തിൽ എമ്പുരാനിലെ കഥാപാത്രം എന്താണ്? ലൂസിഫറിലെ സ്റ്റീവൻ നെടുമ്പള്ളിയുടെ മറ്റൊരു മുഖമാണ് അബ്രാം ഖുറേഷി. അദ്ദേഹത്തിൻ്റെ തട്ടകമെന്ന് പറയുന്നത് പാകിസ്ഥാൻ, യമൻ, അഫ്ഗാനിസ്ഥാൻ അതിർത്തികൾ, റഷ്യ, അതുപോലെ തന്നെ തുർക്കി, അങ്ങനെയുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, അങ്ങനെ ലോകവിസ്തൃതിയിൽ കിടക്കുന്ന അധോലോക സംഘങ്ങളുടെ ഒരു തലവനാണ് അബ്രാം ഖുറേഷി. അപ്പോൾ അദ്ദേഹത്തെ അവതരിപ്പിക്കുകയും അദ്ദേഹത്തെ പെർഫോം ചെയ്യുകയും ചെയ്യുന്ന തട്ടകങ്ങൾ അതിവിശാലമാണ്. അത് ലോകത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ വളരെ പ്രയാസപ്പെട്ട് വളരെ ബൃഹത്തായി ചിത്രീകരിച്ച രംഗങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിലെ മോഹൻലാലിനെ അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ വരിക്കാശ്ശേരി മനയിലും അതുപോലെ തന്നെ പാലായിലും ചങ്ങനാശ്ശേരി കമ്പോളത്തിലുമൊക്കെ
മുണ്ടുരിഞ്ഞടിക്കുന്ന മോഹൻലാലിനെ കാണണമെന്ന് പറഞ്ഞാൽ അത് പറ്റില്ല. അപ്പോൾ പശ്ചാത്തലവും കഥാപാത്രവും അതിൻ്റെ ലെവലും ഒക്കെ വേറെയാണ്. എന്നിരുന്നാലും ഇൻ്റർവെല്ല് കഴിഞ്ഞപ്പോൾ സംവിധായകൻ ഈ എമ്പുരാനെ, ഈ അബ്രാം ഖുറേഷിയെ നമ്മുടെ തട്ടകത്തിലേക്ക് കൊണ്ടുവരുന്നു. ലൂസിഫറിൽ കണ്ട പോലെ മഞ്ജു വാര്യരുടെ കഥാപാത്രം പ്രിയദർശിനിയെ രക്ഷപ്പെടുത്തുന്ന ഒരു മുഹൂർത്തത്തിൽ തീയായി, ആ കാട്ടിൽ തീയായി പടർന്നിറങ്ങി അവിടെ ഫൈറ്റ് ചെയ്ത് മഞ്ജു വാര്യരെ സേവ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ശക്തി പകർന്ന് അവരെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായി മാറുകയൊക്കെ ചെയ്യുന്ന വേറൊരു തലത്തിലാണ് എമ്പുരാനിൽ മോഹൻലാൽ പ്രത്യക്ഷപ്പെടുന്നത്, മോഹൻലാലിനെ അവതരിപ്പിക്കുന്നത്. എന്നാൽ ഇൻ്റർവെല്ലിന് ശേഷം പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഫൈറ്റും പിന്നെ സിറ്റുവേഷനും എല്ലാം സംവിധായകൻ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ തലത്തിലുള്ള പ്രേക്ഷകരെയും പിന്നെ തൃപ്തരാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ സംവിധായകൻ പൃഥ്വിരാജ് ഈ സിനിമയിൽ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മോഹൻലാൽ എന്ന് പറഞ്ഞ താരത്തിൻ്റെ ആ പ്രഭയുടെ മുമ്പിൽ വളരെ ഒതുങ്ങി നിന്നാണ് പൃഥ്വിരാജ് പോലും പെർഫോം ചെയ്യുന്നത്. പൃഥ്വിരാജിൻ്റെ കഥാപാത്രം ഒരു തരത്തിൽ ആളുകൾ പലരും ധരിച്ചിട്ടുണ്ട് പൃഥ്വിരാജ് ആണ് കൂടുതൽ നേരം അഭിനയിക്കുന്നത്, പൃഥ്വിരാജാണ് ഇതിനകത്ത് മോഹൻലാലിൻ്റെ പുറത്തൂടെ കയറി അങ്ങോട്ട് പോകുന്നു. അങ്ങനെയൊന്നുമില്ല. പൃഥ്വിരാജ് അതിനകത്ത് വളരെ ഒരു കഴഞ്ച് പോലും മോഹൻലാലിൻ്റെ മുൻപിലേക്ക് കയറാതെ മോഹൻലാലിന് വേണ്ട സംഗതികളെല്ലാം ഒരുക്കി, അദ്ദേഹത്തിൻ്റെ താരപ്രഭയ്ക്ക് വേണ്ടതെല്ലാം ഒരുക്കിക്കൊണ്ടുള്ള തരത്തിലായിരുന്നു പൃഥ്വിരാജിൻ്റെ കഥാപാത്രം പോലും നിന്നത്. അതിന് തൊട്ടുപുറകിലല്ല നിഴല് പോലെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു തരത്തിലായിരുന്നു ആ സിനിമ. അപ്പോൾ സിനിമ നമുക്ക് പൂർണ്ണമായും ആസ്വദിക്കാനും അത് കണ്ട് തൃപ്തിയടയാനും ഒരു ആരാധകനും അതുപോലെ തന്നെ എല്ലാ ജനസിൽപ്പെട്ട ആൾക്കാർക്കും തൃപ്തമാകുന്ന ഒരു സിനിമയാണ് എമ്പുരാൻ. അപ്പോൾ അത് നിലനിൽക്കെ തന്നെയാണ് അനാവശ്യമായ ആരോപണങ്ങൾ, അനാവശ്യമായ വിവാദങ്ങൾ എല്ലാം ഈ സിനിമയുടെ മേലിലേക്ക് കെട്ടഴിച്ചു വിടുന്നത്. പക്ഷേ ആരോപണങ്ങൾക്കും ഈ പറഞ്ഞ ഈ വിവാദങ്ങൾക്കും ഒക്കെ മുകളിലൂടെ എമ്പുരാൻ പറക്കുകയാണ്. അത് ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ എമ്പുരാൻ എല്ലാ തിയേറ്ററുകളിലും ഫുള്ളായി വൻ കളക്ഷൻ നേടിക്കൊണ്ട് മുന്നേറുകയാണ്. അന്തർദേശീയ തലത്തിലുള്ള അധോലോക സംഘങ്ങളും കേരളത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലവും തമ്മിൽ കൂട്ടിയിണക്കിക്കൊണ്ട് ഈ കഥാതന്തുവിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ തിരക്കഥാകൃത്തും സംവിധായകനും കാഴ്ചവെച്ച മെയ്വഴക്കം അസാധാരണവും അത്ഭുതാവഹവുമാണ്. കാരണം അത്തരത്തിലുള്ള ഒരു കൂട്ടിയോജിപ്പിക്കൽ ഉണ്ടെങ്കിലേ നമ്മുടെ പ്രേക്ഷകനെയും തൃപ്തിപ്പെടുത്താൻ പറ്റൂ. കേരളത്തിലെ മോഹൻലാലിൻ്റെ മലയാളി പ്രേക്ഷകരെയും അതുപോലെ ലോകത്തെമ്പാടും റിലീസ് ചെയ്ത ഈ ചിത്രം അവരുടെ നിലവാരത്തിൽ അവർക്ക് കാണാൻ പറ്റുന്ന തരത്തിൽ ഈ കഥാതത്വവിനെ വികസിപ്പിക്കുകയും അതിൻ്റേതായ രീതിയിൽ ചിത്രീകരിക്കുകയും ചെയ്തതിലുള്ള വൈഭവം അപാരം എന്നേ പറയാൻ പറ്റൂ. അതിന് സംവിധായകന് ഫുൾ മാർക്ക് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ മഞ്ജു വാര്യർ അവതരിപ്പിച്ച കഥാപാത്രം, മഞ്ജു വാര്യറിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ പല പെർഫോമൻസുകളുടെയും മുകളിൽ നിൽക്കുന്ന പെർഫോമൻസാണ് ഇതിലെ പ്രിയദർശിനി. അത് ഈ സിനിമയിലും ഇനി വരാൻ പോകുന്നതിൻ്റെ അടുത്ത ഭാഗത്തിലും ആ കഥാപാത്രം വളരുകയും വലുതാകുകയും ചെയ്യുമെന്നർത്ഥം. എന്നുവെച്ചാൽ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ അല്ലെങ്കിൽ അബ്രാം ഖുറേഷിയുടെ പിൻബലത്തോടെ പിന്നെ നടത്തുന്ന നീക്കങ്ങൾ അത് കേരളത്തിലെ രാഷ്ട്രീയത്തിലും അതുപോലെയുള്ള അത് അത്ര ബോൾഡായി ഒരു സ്ത്രീ കഥാപാത്രം അത് അവതരിപ്പിക്കുമ്പോൾ മോഹൻലാലിനോടൊപ്പം തന്നെ വളരെ ശക്തമായ ഒരു കഥാപാത്രത്തെയാണ് മഞ്ജു വാര്യർ അവതരിപ്പിക്കുന്നത്. അത് കുടുംബ പ്രേക്ഷകർക്ക് വളരെ 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 ഇഷ്ടപ്പെടുന്ന മുഹൂർത്തങ്ങളാണ് ആ സീനുകൾ സമ്മാനിക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ സിനിമയായി തന്നെ കണ്ട് ആ വഴിക്ക് അതൊരു കലാമൂല്യമുള്ള സൃഷ്ടിയായി കണ്ട് അതിനെ വിജയിപ്പിക്കുന്നതിന് പകരം അനാവശ്യ വിവാദങ്ങളും ആരോപണങ്ങളും കെട്ടഴിച്ചു വിടുകയാണ്. ഇത്തരം സിനിമകൾ നേരത്തെയും ഇതുപോലത്തെ വിവാദങ്ങളുണ്ടായിട്ടുള്ള സിനിമകൾ വന്നിട്ടുണ്ട്. ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ, എമർജൻസി, ഈ തുടങ്ങിയ ചിത്രങ്ങൾ വന്നപ്പോൾ ആരോപണ വിധേയരായവർ അല്ലെങ്കിൽ ആരോപണത്തിൻ്റെ കുന്തമുന നീണ്ടവർ അവർ സിനിമയായി കണ്ട് ആ വഴിക്ക് അങ്ങ് പോവുകയാണ് ചെയ്തത്. ഇവിടെ തന്നെ എമ്പുരാൻ്റെ തിരക്കഥാകൃത്ത് മുരളി ഗോപി എഴുതിയ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് വളരെ വളരെ വിവാദം ഉണ്ടാക്കിയ ഒരു സിനിമയായിരുന്നു. പക്ഷേ അതിനെ ആ വഴിക്ക് അങ്ങ് വിട്ടു. അപ്പോൾ അങ്ങനെയാണ് വേണ്ടത്. ഇവിടെ ഇത്രയും ബൃഹത്തായ ഒരു സിനിമ മലയാളത്തിൽ നിന്നും ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്ന് ലോകത്തിൻ്റെ മുമ്പിലേക്കും ഉയർത്തിയ ഒരു സിനിമ, അതിൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ, ആ നടനെ കൊണ്ട് മാത്രം സാധ്യമാവുന്നൊരു കാര്യം, അതുപോലെ തന്നെ യുവാവായ പൃഥ്വിരാജ്, ആ പൃഥ്വിരാജിലെ സംവിധായക പ്രതിഭ, അദ്ദേഹം ആർജിച്ച കഴിവുകൾ അത് യാഥാർത്ഥ്യമാക്കുവാൻ
അദ്ദേഹം നടത്തിയ ഒരു വലിയ പരിശ്രമം, അങ്ങനെ ഇത്രയും ബൃഹത്തായ ഒരു സിനിമ ഉണ്ടാവുകയും ആ സിനിമയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട മലയാളികൾ തന്നെ അതിനെ കല്ലെറിയുകയും അതിൻ്റെ അണിയറ പ്രവർത്തകർ തമ്മിൽ അസ്വാരസ്യമുണ്ടെന്ന് പരത്തുകയും അങ്ങനെ അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, ഒരു അസൂയയിൽ നിന്ന്. ഈ പൃഥ്വിരാജിനെ പോലെ കരുത്തനായ അല്ലെങ്കിൽ സാങ്കേതിക തികവുള്ള ഭാഷാശുദ്ധിയുള്ള വൈഭവമുള്ള ഒരു നടനും സംവിധായകനും ഈ തലമുറയിൽ അദ്ദേഹത്തിന് അതിനപ്പുറത്തേക്ക് ഒരാളില്ല എന്ന് തന്നെ പറയാം. ഇവിടെ പല നിർമ്മാതാക്കളും പറഞ്ഞിട്ടുണ്ട്, ഇത്തരം രാജമൗലിയെ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ശങ്കർ ചെയ്യുന്ന പോലെ ഒരു സിനിമ മലയാളത്തിൽ നിന്ന് സംവിധാനം ചെയ്യാൻ ആരുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു പേരേ ഉള്ളൂ, പൃഥ്വിരാജ്. അപ്പോൾ അത് ഒരു സിനിമ, ഒരു സംവിധായകൻ ഒരു സിനിമ കോർഡിനേറ്റ് ചെയ്ത് അതിൻ്റെ എല്ലാ ഘടകങ്ങളെയും സമന്വയിപ്പിച്ച് ആ ഒരു സിനിമയാക്കി മാറ്റി അതിൻ്റെ ഒരു വിജയ ഘടകമാക്കി. അതായത് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ 10-60 കോടി രൂപ അതിലേക്ക് വരുന്ന തരത്തിൽ അതിനെ മാർക്കറ്റ് ചെയ്യുകയും ലോകത്ത് ചർച്ചയാവുകയും ഇന്ത്യൻ സിനിമയിൽ ചർച്ചയാവുകയും ഇന്ത്യയിലുള്ള എല്ലാ വലിയ താരങ്ങൾക്കും മുകളിലേക്ക് മോഹൻലാലിനെ പ്രതിഷ്ഠിക്കുകയും അങ്ങനെ ഒരു വരുമാനം അതിനകത്ത് നിന്നുണ്ടാകുകയും അത്തരം ഒരു സിനിമയെ നമ്മൾ തന്നെ കല്ലെറിയുക, ആ വിഗ്രഹത്തെ എറിഞ്ഞുടയ്ക്കുക, ആ സംവിധായകനെ ഇല്ലാതാക്കുക. അപ്പോൾ ആ ഒരു ടെൻഡൻസിയിൽ നിന്ന് മാറി ഈ സിനിമ എല്ലാവരും കാണേണ്ട സിനിമയാണ്. യഥാർത്ഥത്തിൽ ഈ സിനിമ അത് യഥാർത്ഥത്തിൽ കാണുകയും ആസ്വാദ്യമായിട്ടുള്ള മനോഹരമായൊരു സിനിമയാണ്. ലൂസിഫർ അതിൻ്റെ ആദ്യഘട്ടമാണെങ്കിൽ ലൂസിഫറിലുള്ളതുപോലെ തന്നെ ലൂസിഫറിൽ നിന്ന് ആളുകൾ ആർജിച്ച ആവേശം ഈ സിനിമയിലും പൃഥ്വിരാജ് നൽകിയിട്ടുണ്ട്. പണ്ട് ജയനും നസീറും നിന്ന് ഫൈറ്റ് ചെയ്യുന്ന പോലെയുള്ള സാധാരണ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള സാധനം പോലും ഈ എമ്പുരാനിൽ പൃഥ്വിരാജ് പകർന്നു നൽകിയിട്ടുണ്ട്, ഫൈറ്റിംഗ് സീക്വൻസുകൾ. അപ്പോൾ അത്തരം ഒരു സിനിമയെ ഈ പറഞ്ഞ പോലെ ഈ കൊടൂരാൻ കൊടുങ്കാറ്റ് പോലെ സമതലങ്ങളും ഗിരിശൃംഗങ്ങളും താണ്ടി ഈ ഇന്ത്യയുടെ വെളിയിലേക്കും ഇന്ത്യയിലാകെയും പടർന്നു കയറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും